അതെ. ഇനി വേറെ എന്തെങ്കിലും വെക്കാനുണ്ടോ? അളിയാ ഈ മൊബൈൽ എന്തോ ഇവിടെ ദക്ഷിണ വെച്ചിരിക്കുന്നത്? ഇടേ അത് നേരത്തെ ഞാൻ കുനിഞ്ഞപ്പോൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് ഇവിടെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരു പൂവൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് പോയി. ആശാൻ വരുമ്പോൾ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കറക്റ്റ് ആയിരിക്കണം. തീപ്പെട്ടി ഉണ്ടോ? എടാ തീപ്പെട്ടിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചാറോ? ഇനി സമയത്തിന് തീപ്പെട്ടിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി കിടന്ന് പാട് വരണേ. നിങ്ങൾ എന്തിനാ നീ കളരിയുടെ ഒക്കെ പുറകെ നടക്കണേ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്? എടേ ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശമാണ് അണികളെ കളരി പഠിപ്പിക്കണമെന്ന്. ഞങ്ങൾ അണികൾക്കൊക്കെ ഒരു ഊർജ്ജം വരണമെങ്കിൽ കളരി പഠിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവില്ലേ, അപ്പോഴത്തേക്ക് പല സമരങ്ങളെയും നേരിടേണ്ടി വരും. അടിപൊളി ആക്രമം, തമ്മിത്തല്ല്. അപ്പോൾ ഈ അണികളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാണ്. ഒരു ബന്ധവാർത്താല വന്നു നോക്കട്ടെ, ഒരു കല്ല് പിടിച്ച് വയ്ക്കാൻ ത്രാണിയുള്ള ഒരുത്തനും ഇല്ല കൂട്ടത്തിൽ. എന്ത് ചെയ്യും? അപ്പം ഇനി അതുകൊണ്ട് ഞാനായിട്ട് മുൻകൈ എടുക്കണമെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യണതാ? അങ്ങനെയാണെങ്കിലേ കളരിയൊന്നും അല്ല ആദ്യം പഠിപ്പിക്കേണ്ടത്. നിങ്ങളെയൊക്കെ നല്ലോണം ഓടാൻ പഠിപ്പിക്കും. അത് ഞങ്ങൾക്ക് അറിയാലോ. അത് ലാത്തി ചാർജ് വരുമ്പോൾ ഞങ്ങൾ ഓടാറുണ്ട്. അത് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇത് കഴിഞ്ഞ അടുത്ത കരാട്ടയുണ്ട്. അതുണ്ടോ? അതിവിടെ തന്നെ അല്ലേ? പിന്നെ ഇവിടെ തന്നെ. ക്ലീറ്റോ ഇതൊക്കെ പാർട്ടി ഓഫീസിലല്ലേ ക്ലീറ്റോ ചെയ്യേണ്ടത്, പാർട്ടിയിലെ കാര്യങ്ങള്. എടി തങ്കം, ഇവിടെ ആകുമ്പോ എന്റെ ഒരു നോട്ടം കൂടെ കിട്ടുവേ. നിങ്ങളുടെ നോട്ടം എപ്പോഴാണ് എന്റെ വീട്ടിലുണ്ടായിട്ടുള്ളത്? നിങ്ങൾ 24 മണിക്കൂറും പാർട്ടി ഓഫീസിലല്ലേ? എടി ഇതിപ്പോ വീട്ടിനകത്തൊന്നും അല്ലല്ലോ, വീടിന് പുറത്തല്ലേ ഇത് ചെയ്യണേ. ഇതും വീട് തന്നെയാ. ഇത് വീടാണ്. ആണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരാ? എനിക്കറിയാൻ പാടില്ലല്ലോ. നിങ്ങൾ ആരാന്ന് നിങ്ങൾ തന്നെ പറ. അപ്പൊ നിനക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വഴി പോക്കെ ഇവിടെ ഒന്ന് കുറച്ച് എന്തൊക്കെയോ ചെയ്യണം. നീ ഒന്ന് സഹിക്കും. മേയറുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി ഇതാ ജില്ലാ കളക്ടർ വരണം. എന്റെ കർത്താവ്, ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ആരോടൊക്കെ മറുപടി പറയണമെന്ന് അറിയാമോ? എടുത്ത് വീട്, നീ എടുത്ത് കേടാ എല്ലാം ഒതുക്കി. അതൊക്കെ അതിന്റെ വൃത്തിക്ക് വെയ്യും. ചോദിച്ചോ, എനിക്കറിയാൻ പാടില്ല. എന്താ കാണിക്കുന്നത്? ഇതിപ്പോ എന്താ നിനക്ക് കണ്ടുകൂടാത്ത? നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കൂല. സ്ത്രീകൾക്ക് കാണാനും പാടില്ലാത്തതായിട്ട് ഒന്നും ഇവിടെ നടക്കണ്ടല്ലോ. ഇത് പവിത്രമായ ഒരു കാര്യമാണ്. ദൈവത്തെ വെക്കേണ്ട അമ്പലത്തിനകത്തും പൂജാമുറിക്കകത്തുമാണ്, അല്ല വഴിയിൽ കൊണ്ട് വെക്കല്ലേ വേണ്ടത്. ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവുകയാണ്. എന്താണ് നല്ല കാര്യം? കളരി 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 ഞങ്ങള് കളരി ഓഫീസിലേക്ക് പോന്നു. നിങ്ങളാ? നിന്റെ വീട് സ്ഥലമില്ലേ? നീ ആ രീതിയിലൊന്നും ചോദ്യം ചെയ്യണ്ട. ഇത് എനിക്ക് സ്ത്രീധനമായിട്ട് തരാൻ പോണ സ്ഥലം. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിനക്ക് സ്ത്രീധനോ? നാണോടാ നിനക്ക്? എന്റെ കൂടെ നടന്ന് എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയിട്ട് സ്ത്രീധനം ചോദിക്കാൻ വന്നേക്കുന്നു. നീ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഞാൻ ഇത് ചോദിക്കേണ്ടവരുടെ ചോദിച്ചു. അമ്മയുടെ അടുത്ത് അമ്മാവിന്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി നീ കൂടുതൽ ചോദ്യം ചെയ്യണ്ട. നീ നിന്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് ചോദിക്കുന്നത്? അവരുടെ പാർട്ടിയിലെ അണികൾക്ക് എന്താണ്ട് ശക്തി ഉണ്ടാവാനോ ഓടാനോ ഒക്കെ വേണ്ടിട്ട് അവര് കളരി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു. അല്ല നീ മതി, കാരണം യോമാർക്കൊക്കെ നീ മതി. പറഞ്ഞ ആശാനെ കണ്ട് നീ ഞെട്ടരുത്. 18 കളരിക്കും തികഞ്ഞ ഒരാശാനാണ് ഇവിടെ വരുന്നത്. 18 കളരിക്കും അതിപരായ ഒരാശാൻ. അങ്ങനെ ഒരു ആശാൻ നിന്റെ കൂടെ വരും ഇവിടെ. ആശാനെ കാണുമ്പോഴേ നീ ഞെട്ടും. എന്നാ വീടെ എന്റെ തങ്കം, ഞെട്ടുമെന്ന് പറഞ്ഞാ ഞെട്ടിയിരിക്കും. ആളുണ്ടല്ലോ, ചില്ലറക്കാരനൊന്നുമല്ല. ആരോ ഇത് വാങ്ങാൻ പോയ പോങ്ങന്മാരിത് എവിടെ പോയി കിടക്കണ? നിന്റെ ശിഷ്യന്മാരല്ലേ? അവര് പതുക്കെ വന്നാ മതി, ഒരു ധൃതിയില്ല. അവരോ കണ്ണി കണ്ട ആരവും ഇത് മാറ്റോണ്ടാക്കൂല. ഉറുകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഗെറ്റവും മട്ടുമൊക്കെ ഉള്ളൊരു മാല തന്നെ കൊടുക്കണം. ഒന്ന് അനങ്ങി വാടേ ആൻസാറെ. എപ്പോ പോയതാണിത്? കുരുക്കൾ എവിടെ എത്തി? കുരുക്കൾ ഇവിടെ അടുത്തെത്തി. ഇപ്പൊ വരും. എത്തിയാ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ചോദിച്ചു. എങ്ങനെയുണ്ട് തങ്കം? വട്ടത്തിലുള്ള കിട്ടിയില്ലേ? സമയമാകുമ്പോൾ ഞാൻ കൊണ്ട് വെച്ചേരാടാ. കൊള്ളാം, പിടിച്ചോ. അയ്യോ.
അച്ഛാ തൊഴിൽ വേറെ കുടുംബം വേറെ. എവിടെയാ കളരിത്തറ? ഈ കോഴിക്കൂട്ടിനകത്താണോടാ ഈ കളരി ഉണ്ടാക്കിയത്? കൂടി വേണോ കളരി ഉണ്ടാക്കിയത്? അത് പിന്നെ ഇവിടെ എത്ര പ്രാവശ്യം എന്നെ കൊതു കടിച്ചോടാ ഇതിനകത്ത്? എത്രയും നിരപ്പുള്ള സ്ഥലമാണ് ഞാൻ. നിങ്ങൾ എവിടെ എന്താ? എനിക്ക് വയ്യ. എന്താ നിങ്ങൾ അവിടെ ചെന്നുണ്ടാക്കിയത്? നിനക്കൊക്കെ എവരോട് പറഞ്ഞുകൂടായിരുന്നോ ഈ കുണ്ടു കുടിക്കാത്ത ഈ കളരി ഉണ്ടാക്കാതെ നിന്റെ വീട്ടിന്റെ മുറ്റം തീരാൻ? നിനക്കൊക്കെ പറഞ്ഞുകൂടായിരുന്നോ ഈ പിള്ളേരോട്? ഇത് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? ഈ ഗുണം ഉണ്ടാക്കിയ ഈ കുണ്ടു കുടിക്കാത്ത ഉണ്ടാക്കിയത്? ഈ സാധനങ്ങൾ എടുത്തോണ്ട് വാ. നേരെ കൊണ്ട് കൊണ്ടുപോകും. ഈ വൃത്തിയുടെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. പറക്ക് എല്ലാം പറക്ക് കേട്ടോ. ഏട്ടാ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആരും ഒന്നും ചെയ്യണ്ട. എന്ത് കഷ്ടമാണെന്നറിയാമോ? ആദ്യം അവൻ കളരിത്തറ അവിടെ നടത്തിയത്, അതിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ എന്റെ വീടിന്റെ മുമ്പിൽ ഇത് ആരെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്തത്? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി. ആരെ കൊണ്ടു നിൽക്കുന്നത്? നിന്റെ അച്ഛനെ. ഞാൻ എന്താ പറയേണ്ടത്? വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. ഏട്ടന്റെ വർത്താനം കേട്ടാത്തോന്നും അച്ഛനെ ഞാനാണ് ഇങ്ങോട്ട് വരുത്തിയെന്ന്. ഇനി വയ്യെങ്കിൽ അവിടെ മിണ്ട അടങ്ങി കിടക്കണം. അല്ല ബാക്കിയുള്ള തോളി കയറല്ല വരേണ്ടത്. ക്ലീറ്റോ ചേട്ടൻ ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാണ്. അതിനിപ്പോ ഏട്ടൻ എന്നോട് ചൂടാവണേ എന്തിനാ? പിന്നെ ഞാനെടുത്ത് ചൂടാവണേ? നിന്റെ അച്ഛൻ്റെ അടുത്ത് ചൂടാവട്ടെ? ചൂടാവട്ടെ? എനിക്കറിയാൻ പറയാൻ നല്ല എന്താ സൈറ്റ്. ഇതറിഞ്ഞ അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വരുത്തുവോ ഈ വയ്യാത്ത മനുഷ്യനെ? നീ എന്നോട് ചൂടാവണ? ഞാൻ ചൂടായതല്ല ഏട്ടാ. അറിയാനുണ്ട്. പിന്നെ ആകെ ഒരു സമാധാനം എന്തായാലും വന്നാൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവൂല. ഓ അപ്പൊ അതാണ് വലിയ കാര്യം നിനക്ക്. കിടക്കുവാ.